ചോദിക്കലുണ്ട് ഇയാൾ എന്താ ബ്രേക്ക് പിടിക്കാത്തതെന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും ഈ കമ്പി അങ്ങോട്ട് പിടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഓട്ടോ തവിട്ട് പൊട്ടിയേ. ഹായ് ഓൾ, അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയാത്തൊരു കാര്യം പറയുന്നുണ്ട്. നമുക്ക് വലിയൊരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നിങ്ങൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ, വിശ്വസിക്കാൻ പറ്റിയ പോലത്തെ സംഭവം പറഞ്ഞുതരുത്താന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ അവസാനം വരെയും കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഈവനിങ് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് കാണിക്കുന്നത്. എല്ലാവരുടെ വീട്ടിലും ഇപ്പോൾ പഴമൊക്കെ ഉണ്ടാവില്ല, അത് നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ പഴം കൊണ്ടുള്ള ഒരു ലഡ്ഡു ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 6-7 പഴങ്ങൾ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് കൂടും, മധുരം ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ വാട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ ലൈറ്റായിട്ട് മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിലേക്ക് ഇതുപോലെ ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വെയിറ്റിംഗ് ആണ്, സ്കൂൾ വിട്ട് വന്നിട്ട് സ്നാക്സ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി അല്ലേ. എല്ലാ ദിവസവും ഇങ്ങനെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല, നമ്മൾ മദ്യമായിട്ടിരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പറ്റുന്ന ദിവസങ്ങളിൽ ഇതുപോലെ എന്തെങ്കിലും ചെറുതായിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്താ പറയുക, വെള്ളം ഉണ്ടല്ലോ, അത് ഇട്ടാണെങ്കിൽ അതും ഇടാം. അതല്ല നിങ്ങൾക്ക് വെള്ള കളറിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഇതുപോലെ അപ്പം തന്നെ ചിരവിയതുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ പാക്കറ്റായിട്ട് വരില്ല, ഡ്രൈഡ് ആയിട്ടുള്ള തേങ്ങകൾ, അതിട്ടാലും മതിയാവും. പക്ഷേ ഞാനിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു കഷ്ണം ബട്ടർ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പൊടിച്ച ബദാമില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ്. വേറെ പാത്രത്തിലാണ് ആക്കേണ്ടത്. എനിക്ക് പാത്രം കഴുകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ അതിൻ്റെ സെൻറ്ററിൽ തന്നെ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം കേട്ടോ. ഫാനിൻ്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് തണുക്കാനായിട്ട് വെച്ചതിന് ശേഷം മാത്രം അടുത്ത പരിപാടിയിലേക്ക് ഇറങ്ങാം. ഇനി ഇതേ ഗ്രേറ്റഡ് കോക്കനട്ട് പാക്കറ്റിലുള്ളത് ഉണ്ടായിരുന്നു, അത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ ഈ KFC ചിക്കനൊക്കെ പൊരിക്കൂലേ, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലാക്കുന്ന പോലെ ആക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ നെയ്യ് കുപ്പീൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ബാലൻസ് ഉള്ള നെയ്യൊക്കെ കയ്യിൽ ഇതുപോലെ ആക്കി കൊടുക്കുന്നുണ്ട്. നെയ്യിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. എന്നിട്ട് ഇതുപോലെ ബോളാക്കിയിട്ട് നമ്മൾ ഈ തേങ്ങയുടെ ഡ്രൈഡ് കോക്കനട്ടില്ലേ, അതിലിതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്ര മാത്രം പരിപാടിയുള്ളൂ, നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഫ്രഷ് കോക്കനട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം വെക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കേടുവന്ന് പോകും കേട്ടോ. അപ്പോൾ സാധാരണ നമ്മളെപ്പോഴും പഴം കൊണ്ട് കുട്ടികൾക്ക് നോർമലായിട്ട് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും ഇതുപോലെ ആകുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റെ ഒന്ന് കമൻ്റ് ഇട്ട് പറയണേ. പഴം ഇഷ്ടമല്ല എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ മെല്ലെ പതിയെ ഈ ഒരു ഷേപ്പ് കണ്ടപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അതാണ് ചുച്ചുക്കുട്ടീൻ്റെ മുഖത്ത് ഈ ഒരു ചമ്മൽ കാണുന്നത്. തേങ്ങ ഇടണ്ട, അതിടണ്ട, എനിക്ക് ഇങ്ങനെ ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വലിയൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് തിരക്കുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ കഴിഞ്ഞ ഒരാഴ്ചയിൽ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൗണിലേക്ക് പോകുമ്പോഴാണ് KSRTC ബസ്സുമായിട്ട് നമ്മൾ പോകുന്ന ഓട്ടോ നന്നായിട്ടൊരു ഇടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് പാക്ക് ചെയ്യുന്നത് എൻ്റെ കൂടെ എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ട്രസ്റ്റിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഓഫീസ് വർക്കിന് ഒരു കുട്ടി വരുന്നുണ്ട്. അപ്പോൾ അവളുടെ കുട്ടികൾക്കും കൂടെ പാക്ക് ചെയ്ത് കൊടുത്താണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന് കഥകൾ ബാക്കി ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ഷെയർ ചെയ്യാം. എന്നോട് സാധാരണ എല്ലാവരും ചോദിക്കാറുണ്ട്, ലേഡീസ് ഇട്ടാൽ എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞിട്ട്. മുമ്പൊക്കെ ആകുമ്പോൾ അതുപോലെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടയിലൊക്കെ ഒന്ന് നിന്നാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അവർക്കും എന്തെങ്കിലും ഏണിങ്സ് ഉണ്ടാക്കണം, ഒരുപാട് ബുദ്ധിമുട്ടാണ്, വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്യണം, മക്കളെ വിട്ട് പുറത്തു പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ഏണിങ്സ് ഉണ്ടാക്കുന്ന സംഭവത്തിനെ കുറിച്ചിട്ട് എനിക്ക് അങ്ങനെ ഒന്നും അറിയില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുകയാണെങ്കിൽ നമ്മളതിന് ഒരു ഉന്മേഷം കൊടുക്കുക എന്നല്ലാതെ പുതിയതായിട്ട് ഇങ്ങനെ പറയാനും നമുക്ക് ഈ കാലഘട്ടത്തിലൊന്നും വിശ്വസിക്കാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ എനിക്ക് പക്ഷേ ഇപ്പോൾ നല്ലൊരു സംഭവം കണ്ടപ്പോൾ ശരിയാണ്, വീട്ടിലിരുന്നിട്ട് നല്ല ചെയ്യാൻ പറ്റിയൊരു സംഭവമാണെന്ന് തോന്നി. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ്, അവർ ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ അവർ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ.
കണ്ടില്ലേ, റോൾഡ് ഗോൾഡിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ ഐറ്റംസ് ആണ് ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഹോൾസെയിലും കൊടുക്കുന്നുണ്ട്, റീറ്റെയിലും കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഹോൾസെയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ ഒരുപാട് സ്ത്രീകൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് അവരുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് ഇതുപോലെയുള്ള സാധനങ്ങൾ ഇടുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു വരുമാനമാകും. ഇതാവുമ്പോൾ നമുക്ക് വിശ്വസിക്കാം. എനിക്കും കൂടെ കുറേ കൊല്ലമായിട്ട് അറിയുന്ന നമ്മുടെ ഒരു എന്താ പറയുക സബ്സ്ക്രൈബറുമാണ്. അവർക്ക് യൂട്യൂബ് ചാനലുണ്ട്. ഡെയിലി അവർ ഓരോ പുതിയ മോഡൽസ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇറങ്ങുന്നത് അവരുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ, നമുക്ക് സ്വർണം തന്നെയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഡിസൈൻസ് ആണ് ഇവർ സെയിൽ ചെയ്യുന്നത്. പാദസരം, കമ്മൽ, മാല, ലോക്കറ്റ്, താലി, ഇത് കണ്ടില്ലേ, ശരിക്കും ഇട്ട് കഴിഞ്ഞാൽ സ്വർണ്ണമാണ് തന്നെ തോന്നുന്നുണ്ട്. അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇവർ കൊടുക്കുന്നുണ്ട്. സാധനം വിശ്വസിച്ച് നമ്മുടെ വീട്ടിലേക്ക് എത്തും. ഇനി അതല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് നിങ്ങളുടെ പരിചയത്തിലുള്ളവർക്ക് സെയിൽ ചെയ്തിട്ട് ഒരു വരുമാനം ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഉണ്ടല്ലോ, നല്ല പുറത്തൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയും ഒരു 1500-2000 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇത് 1000-ൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ ഇത്രയും വലിയ ഈ ഒരു ചെയിന് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ കാണിക്കാം, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. പിന്നെ അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കയറി നോക്കുക. ഡെയിലി പുതിയ പുതിയ മോഡൽസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിലും വാങ്ങാം, അല്ല സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിലും ചെയ്യാം കേട്ടോ. നല്ലൊരു പെർഫെക്ഷൻ ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ. അപ്പോൾ ആ ചാനൽ കയറി നോക്കിയിട്ട് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് വെച്ചാൽ ഓരോ പുതിയ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയിട്ട് വാങ്ങാനോ അല്ലെങ്കിൽ സെയിൽ ചെയ്യാനോ ഒക്കെ പറ്റും കേട്ടോ. ഒരു മാറ്റ് ഫിനിഷിലാണ് ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗോൾഡ് അല്ലാന്ന് തോന്നുന്ന ഒരു ഇതൊന്നും ഉണ്ടാവില്ല. വീഡിയോ അവരുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. ഗോൾഡിൻ്റെ ആ ഒരു ഡിസൈനാണ് കേട്ടോ വളകളൊക്കെ വരുന്നത്. ഇത് മാത്രമല്ല, എൻ്റെ കയ്യിൽ സ്വർണത്തിൻ്റെ തന്നെ അതുപോലത്തെ വളകളുണ്ട് കേട്ടോ. ആ ഒരു മോഡലാണ് ഈ ലോക്ക് ചെയ്യുന്ന സിംഗപ്പൂർ മോഡൽ എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ മോഡലിൽ വരുന്ന വളകളാണ്. പിന്നെ ഇതേ കമ്മൽ, പിന്നെ ഇത് പാസറാണ്. ഇതേ നെക്ലസിൽ ഇങ്ങനത്തെ ലോക്കറ്റ്, താലിമാലയല്ല അതിനുള്ള ലോക്കറ്റ്. എന്നെ എനിക്ക് നല്ല ഇഷ്ടമായി, നല്ല ക്യൂട്ടായിട്ടുണ്ട്. റിങ്സ് ആണ് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന പോലെയുള്ള ഈ കഴുത്തിൽ ഇടാൻ പറ്റുന്ന പോലെയുള്ള മാലയും നല്ല അടിപൊളി കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ലോക്കറ്റും. പാലക്കൊക്കെ ഇല്ലേ, ആ മോഡലൊക്കെ കുറേ അവരുടെ ഇപ്പോൾ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ആഭരണങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും അവരെ കോൺടാക്റ്റ് ചെയ്യാം. ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട്, വിശ്വസിച്ച് വാങ്ങാനായിട്ട് പറ്റും. സാധാരണ ഓൺലൈൻ പോലെയുള്ള ബിസിനസ് അല്ല, അവർക്ക് തൃശ്ശൂർ ഷോപ്പാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ധൈര്യത്തിൽ നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. അവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു നല്ലൊരു ഏണിങ്സ് ആവാനും ഒക്കെ ഉള്ളൊരു അവസരമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ആ ഒരു ആക്സിഡൻറ്റ് കേട്ടോ. എനിക്ക് കൈ നല്ല വേദന എടുത്തിട്ട് ഞാനിങ്ങനെ കൈയും പിടിച്ച് നിൽക്കുകയാണ്. ഒരു ബേജാറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും എന്ത് ചെയ്യണം എന്ന് അറിയാൻ പാടില്ലാത്തൊരവസ്ഥയില്ല. അതായിരുന്നു കേട്ടോ അന്ന് ശരിക്കും ഉണ്ടായത്. അപ്പം ഇങ്ങനെ വഴിയിൽ ആക്സിഡൻ്റ് ആയിട്ട് താഴെയൊക്കെ ചില്ലും, അപ്പുറത്ത് ബസ് നിർത്തിയിട്ടിരിക്കണം. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആരും എന്നെ അറിയുന്നവർ നോക്കുന്ന പോലെ നോക്കിയപ്പോൾ എൻ്റെ അനിയന് വാജിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഒച്ചിട്ട് വാജി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പിന്നെ വേഗം അവൻ വന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ ഇക്കാനെ ഫോൺ ചെയ്ത് വിളിക്കാനോ അല്ല പറയാനോ എവിടെയാണ് ആക്സിഡൻറ്റ് ഉണ്ടായിരിക്കണതെന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്ഥലവും അങ്ങോട്ട് കിട്ടണില്ല. നമ്മൾ പെട്ടെന്നൊരു ഷോക്കാവില്ല, ആ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇക്ക വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് എൻ്റെ ആങ്ങളെയാണ് കേട്ടോ അവിടെ എത്തിയത്. അത് കഴിഞ്ഞതും വേറെ ആങ്ങളയ്ക്ക് എൻ്റെ ആങ്ങളയ്ക്ക് ഞാൻ വിളിച്ചു. അവനാണ് പിന്നെ പോലീസിനെ വിളിച്ച് വരാൻ പറഞ്ഞത്. കുറേ ദിവസമായിട്ട് ശരിക്കും നോർമലായിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് ഒന്നും വരുന്നില്ല. അപ്പം തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത്താ നോർമൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള വീഡിയോ ഇടുമെന്ന് പറഞ്ഞിട്ട്. എനിക്ക് സുഖമില്ലായിരുന്നു, എന്താ സംഭവിച്ചാൽ അത് ഞാൻ പറയാം. ശരിക്കും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് ഉള്ളത് പറയാം. നിങ്ങളുടെയൊക്കെ ഒരുപാട് പേര് ദുആ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരാഴ്ച മുമ്പ് എനിക്ക് കുറേ നമ്മൾ ഈ ചാരിറ്റി റിലേറ്റഡ് യാത്രകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഗൂഗിളിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ഡ്രസ്സ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ അതിൻ്റെ തലേദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല, വേറെ എന്തോ ഒരു പരിപാടി ഉണ്ടായിട്ട് അതിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു.
അപ്പം കറക്റ്റ് ഈ പരിപാടി നടക്കുന്നതിൻ്റെ തലേ ദിവസം ആണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പം എനിക്കിങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോകണം, അവരത്തെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് ഷോപ്പുകാരത്തെ. അതുകൊണ്ട് ഇക്കാന്ത് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു എനിക്ക് തിരക്കുണ്ട്, ഞാൻ ഷോപ്പിലേക്ക് പോവാണ്, നീ ഒരു കാര്യം ചെയ്യും. ഇപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഈ ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജുകളും ട്രസ്റ്റിൻ്റെ ഓഫീസിലേക്കും വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവളും കൂടി ഉണ്ട് വീട്ടിൽ. നമ്മൾ ഈ പാത്രങ്ങളൊക്കെ വയനാട്ടിലേക്ക് കൊടുക്കുന്നതിനെ പറ്റിയിട്ടൊരു പാത്ര ചാലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. 2 weeks കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ വീടുകളിലേക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കും. നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാത്ത പുതിയ പാത്രങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയക്കാന്നൊക്കെ ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവൾ തന്നെയാണ്. അപ്പം അങ്ങനെ കുറേ തിരക്കുകൾ ഉള്ള സമയത്തായിരുന്നു. അപ്പോൾ ഇക്ക പറഞ്ഞു പറ്റൂല, അതിൻ്റെ പിറ്റേ ദിവസം എറണാകുളം പോകണം, ഈ പരിപാടിക്ക് പോകണം. അപ്പോൾ കാറും സർവീസിനും കൊടുക്കണം, അപ്പോൾ എനിക്ക് പറ്റൂല, നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാനും അവളാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ വണ്ടി പുറത്തിറക്കുന്നുണ്ട്, 2 wheeler. കുറേ ആയിട്ട് ഞാൻ ഓടിച്ചിട്ടില്ല. അപ്പോൾ അവൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഡ്രൈവിങ് അറിയാമെങ്കിൽ സുഖമായിരുന്നുല്ലേ, ഇതിൽ നമുക്ക് 2 പേർക്കും പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. ഓലയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവ് ചെയ്യാറുണ്ട് കുട്ടി, പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറയാൻ. എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഡ്രൈവൊക്കെ ചെയ്തിരുന്നതാണ്, ഈ വണ്ടി ഇടയ്ക്കിടയ്ക്ക് കംപ്ലൈൻറ്റ് ആകുമ്പോൾ എനിക്ക് വഴിയിൽ നിന്ന് വെച്ചിട്ടൊക്കെ വണ്ടി നിന്നിട്ടുണ്ട്, അതോടുകൂടി എൻ്റെ ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് പോയി, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ വേണ്ട എനിക്ക് കുറച്ച് കാലം കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ 2 പേരും ഓട്ടോയിൽ പോവാണ് കേട്ടോ. ഫ്രണ്ടിൽ പോയ ഉടനെ ഓപ്പോസിറ്റുള്ള ഒരു കോളനിയിൽ നിന്ന് ഒരു ഓട്ടോ കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വേഗം കൈ കാണിച്ച് നമ്മൾ അതിലേക്ക് കയറി ഇരുന്ന് ഞാൻ എൻ്റെ ഏതോ ഒരു ഒരു എന്താ ഒരു സങ്കടമുള്ളൊരു കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നുണ്ട് ഈ വണ്ടി ഇങ്ങനെ നിൽക്കാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഫ്രണ്ടിലൊരു KSRTC ബസ് നിൽക്കുന്നുണ്ട്. ഈ ഓട്ടോ ഡ്രൈവർ ബ്രേക്കും പിടിച്ചില്ല, ആ വണ്ടി എടുക്കുമെന്ന് വിചാരിച്ചോ, ഇനി വയസ്സായതുകൊണ്ട് അയാൾക്ക് ഇല്യൂഷനായിട്ട് വണ്ടി എടുക്കുകയായിരിക്കും അല്ലെങ്കിൽ വണ്ടി പോവായിരിക്കും എന്ന് തോന്നിയതാണോ എന്നറിയില്ല. 2 പേരും ഭാഗ്യം കൊണ്ട് മാത്രം 2 കമ്പികൾ ഇങ്ങനെ ഫ്രണ്ടിലുണ്ടായിരുന്നു. വേഗം എൻ്റെ മനസ്സിലുണ്ട് ഇയാൾ എന്താ ബ്രേക്ക് പിടിക്കാത്തതെന്ന് പറഞ്ഞിട്ട് 2 പേര് ഈ കമ്പി അങ്ങോട്ട് പിടിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. ഓട്ടോ തവിട്ട് പൊട്ടിയേ ശരിക്കും ഫ്രണ്ട് ഭാഗം ഒന്നും തന്നെ ഇല്ല, ഒരൊറ്റ ഇടിച്ചിടിയിൽ ഞങ്ങളിങ്ങനെ പിടിച്ചുകൊണ്ട് മാത്രം ഫേസ് പോയി ഇടിച്ചില്ല. ഭാഗ്യം കൊണ്ട് മാത്രം എൻ്റെ അമ്മ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ബേബീനെ ഏൽപ്പിച്ചിട്ട് പോയി. അപ്പോഴും എനിക്കിങ്ങനെ തോന്നി അമ്മാനും കൂടെ വിളിച്ചാലോ, ബേബീനും കൂടെ എടുത്താലോ, അല്ലെങ്കിൽ ബേബീനെ മാത്രം എടുത്താലോ, ബേബി അമ്മാനെ ഇടങ്ങറാക്കുമോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശരി വേണ്ടാന്ന് പറഞ്ഞിട്ട് ബേബിന് കൊടുത്തോണ്ട് മാത്രമല്ല കുട്ടി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കുട്ടി തെറിച്ച് വീണിട്ടുണ്ടാവും കേട്ടോ. അൽഹംദുലില്ലാ ഞങ്ങളിങ്ങനെ പിടിച്ചത് കൊണ്ട് എൻ്റെ കൈ നേരെ പോയി ഇവിടെ വീക്കുണ്ട് കേട്ടോ. എത്ര ദിവസം ഭയങ്കര നീരും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അറിയുമെന്നറിയില്ല അത് ഈ ഒരു ഭാഗം. ഇങ്ങനെ പിടിച്ചത് കൊണ്ട് ഈ ഭാഗം പോയിട്ട് നന്നായിട്ട് നല്ലൊരു ഇടി, അതായത് ഈ ഫ്രണ്ടിലുള്ള KSRTCയിൽ കൊണ്ട് ഇടിച്ചതും ഓട്ടോയുടെ ഫ്രണ്ട് ഫുള്ളും തവിട് പൊടിയായി. ഞങ്ങൾ 2 പേര് ഫ്രണ്ടിലേക്ക് നീങ്ങി, 2 പേരും മുട്ടും ഈ ഓട്ടോയുടെ ഒരു ഗാർഡിൽ അതിലേക്ക് പോയി നല്ല ഫോഴ്സിൽ ഇടിച്ചു. ഞങ്ങൾക്ക് ഇറങ്ങാനോ എണിക്കാനോ നിൽക്കാനോ പറ്റാത്ത അവസ്ഥയായി കുറച്ച് നേരത്തിന്. അവിടെ പെട്ടെന്ന് ആൾക്കാരൊക്കെ കൂടി വേഗം വന്ന് ഓട്ടോ ഡ്രൈവർക്ക് ഇങ്ങനെ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. എനിക്കത് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വന്നു. നിങ്ങൾ ബ്രേക്ക് പിടിക്കാത്തതുകൊണ്ടല്ലേ നമ്മളെ ഇടിച്ചത്. അപ്പം ഞാൻ ചോദിച്ചു അപ്പം ഞങ്ങളെന്താ മനുഷ്യന്മാരല്ലേ, ഞങ്ങളൊന്നും നിങ്ങൾ ചോദിക്കണില്ല. അവർ ഇല്ല ഫ്രണ്ടിൽ ഫുള്ളും ഇങ്ങനെ ആയിരിക്കില്ല, ആൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. ഓട്ടോ ഡ്രൈവറിൻ്റെ ഇവിടെ നിന്ന് ബ്ലഡ് വരുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ മുഖം പോയി കുത്തിയില്ല, അവളുടെ പോയി കുത്തി. എനിക്ക് എന്താണെന്ന് വെച്ചാൽ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്ന അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ടെൻഷൻ. പിന്നെ ആൾക്കാരൊക്കെ വന്നിട്ട് ഞങ്ങളെ പുറത്തേക്ക് ഇറക്കി. പിന്നെ അവിടെ കുറേ നേരം നിന്ന് പോലീസ് വന്ന് പിന്നെ ഇക്കാനെ വിളിച്ച് അങ്ങനെ ആ സമയത്ത് വേഗം എന്താ പറയുക ഏത് വണ്ടി എന്നൊക്കെ അറിയാനും നമുക്കൊരു തെളിവുണ്ട്. അതിന് വേണ്ടിയിട്ട് എടുത്ത ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ വലിയൊരു അപകടം സംഭവിച്ചു. കുറേ ദിവസം എനിക്ക് ശരിക്കും നിൽക്കാനും നടക്കാനും പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു. പിറ്റേ ദിവസമാണെങ്കിൽ കുറേ ആയിട്ട് ആഗ്രഹിച്ച് നിന്ന നമ്മുടെ പരിപാടിയും കൂടി ഉണ്ട്, അതാണെങ്കിൽ മുടക്കാനും പറ്റൂല. പിന്നെ എൻ്റെ അവൾ കുറച്ച് ദിവസം ലീവായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ ആക്സിഡൻ്റ് ആയിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവിടുന്ന് പോലീസൊക്കെ വന്നു, മൊത്തം എല്ലാം ബ്ലോക്കായി. കുറേ ആൾക്കാർ ഒരാൾ വന്നിട്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവർക്ക് കാണാനേ നമുക്ക് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോയിക്കൂടെയെന്ന്. അപ്പോൾ അത് എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു. അപ്പോൾ അവൾ എന്തോ അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ പേടിച്ചിട്ട് പോയിന്ന് പറഞ്ഞു. പിന്നെ വേറൊരാൾ അതുപോലെ പോലീസിന് മുന്നിൽ ചോദിച്ചു കുഴപ്പമൊന്നും ഇല്ല എന്ന് തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കാണോ ആക്സിഡൻ്റ് ആയതല്ല നിങ്ങൾക്കാണോ ആയത്, ഞങ്ങളുടെ വേദന നിങ്ങൾക്കാണോ അറിയണമല്ലോ ഞങ്ങൾക്കാണോ അറിയുന്നത്, വേദനിച്ചിട്ട് മനുഷ്യന് ശരിക്കും നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ടിരിക്കണം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊരു പ്രോബ്ലം എന്ന് വിചാരിക്കുന്ന പോലെയാണ് ഓരോരുത്തരുണ്ടായിരുന്നു. പിന്നെ വേഗം പോലീസുകാരൊക്കെ വന്ന് ഓട്ടോ കയറ്റി വിട്ടിട്ട് നിങ്ങൾ ജില്ലാ ഹോസ്പിറ്റലിലേക്ക് പോകുന്നൊരു കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് പിന്നെ വേഗം ജില്ലാ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ
പോയിട്ടുണ്ടായിരുന്നു. അവിടെ ആണെങ്കിൽ ഭയങ്കര തിരക്ക്. പിന്നെ വേഗം ഉള്ളിലേക്ക് കൊണ്ടുപോയി. അത് കഴിഞ്ഞ് അവിടെ എല്ലാം നോക്കേണ്ടത് പുറത്ത് വേറൊരു ഡോക്ടർ നിൽക്കുന്നുണ്ട് എന്നിട്ട് അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയപ്പോൾ ഉണ്ടല്ലോ അവിടെ ആ ഡോക്ടർ ബിഹേവ് ചെയ്തത് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിൽ. നമ്മളോടാണെങ്കിൽ നമ്മൾ അപ്പം തന്നെ റിയാക്ട് ചെയ്തേനെ. വേറെവരോടാണ്, പക്ഷെ നമുക്കപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല. ടെൻഷനായി പേടിച്ചിട്ട് ഇവളാണെങ്കിൽ ഇവളുടെ ഹാർട്ട് ബീറ്റൊക്കെ കൂടിയിട്ട് ഇവൾക്ക് ഭയങ്കര ബേജാറ്. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ഞാൻ എത്രത്തോളം ധൈര്യശാലിയാണ്, എൻ്റെ ലൈഫ് എത്രത്തോളം ധൈര്യമുള്ള ഒരാളാക്കി മാറ്റി എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടാണ്. എനിക്ക് വലിയൊരു പേടിയെന്ന് പറയാനല്ല, പക്ഷെ എങ്കിലും എനിക്കൊരു സമാധാനം, അതായത് ഒന്നും ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ട് നമുക്കൊന്നും സംഭവിച്ചില്ലല്ലോ, അൽഹംദുലില്ലാ എന്നുള്ള ആ ഒരു മൈൻഡായിരുന്നു കേട്ടോ എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. എൻ്റെ മോളെ എടുക്കാത്ത എത്ര നന്നായി, അമ്മാനെ വിളിക്കാത്തത് എത്ര നന്നായി, ഇങ്ങനെയുള്ള നമ്മുടെ പോസിറ്റീവ് വശങ്ങളായിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പഠിച്ചോണ്ട് ഇത് ഇത്രയും ഈസിയാക്കി തന്നില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് വലിയൊരു അപകടം എൻ്റെ തലയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നും ഈസിയായി രക്ഷപ്പെടുത്തി എന്നാണ് ചിന്തിക്കുന്നത്. പക്ഷെ നല്ല പെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിനേക്കാളും വലുത് തട്ടിയിട്ടുണ്ടെങ്കിലോ എന്നൊരു ചിന്തയും കൂടിയായിരുന്നു. എന്നിട്ട് ഈ ഡോക്ടർ ഉണ്ടല്ലോ, അവിടെയുള്ള എല്ലാ പേഷ്യൻസും ഭയങ്കര മോശമായ രീതിയിൽ ഈ ഹോസ്പിറ്റലിൽ ബാക്കി പോണ പേഷ്യൻസൊക്കെ ഒരു പിച്ചക്കാരൻ്റെ ഒരു ഇതും ഇവരെന്തോ വലിയ സംഭവം പോലെ ഭയങ്കര മോശമായിട്ട് അങ്ങോട്ട് നീങ്ങി നിൽക്കും, എനിക്കൊന്നും പറ്റില്ല ഇതിങ്ങനെ ചെയ്യാൻ. അങ്ങനെ ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ കുറച്ച് മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്തത്. എന്താണെന്നുള്ളത് നമുക്കറിയില്ല. എന്നിട്ടും അപ്പം തന്നെ നമുക്കിങ്ങനെ അത് വരുന്നത് ഇതെന്താ ഇവർ മനുഷ്യന്മാരൊരു മനുഷ്യനായിട്ട് പോലും പരിഗണിക്കാത്ത പോലെ എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം നോക്കി പെയിനൊക്കെ പറഞ്ഞപ്പോൾ വേഗം എക്സ്റേ എടുക്കാനും ഒക്കെ എഴുതി തന്നു. പിന്നെ എക്സ്റേ ഒക്കെ എടുത്തിട്ട് വന്നു. എക്സ്റേയിൽ പൊട്ടലൊന്നുമില്ല, പക്ഷേ ഈ തട്ടലിൽ ചെറിയൊരു ചതവ് പോലെ ഒരു സംഭവമുണ്ട്. അപ്പോൾ നീരിനും പിന്നെ കഴിക്കാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ അപ്പോഴേക്കും ഓട്ടോ ഡ്രൈവറിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയും ഇത് സംഭവിക്കുന്നതല്ലേ, ആൾക്കെന്താ കണ്ണ് കണ്ടൂടെ, ഇങ്ങനെ ബ്രേക്കും പിടിക്കാതായിട്ട് ഇപ്പോൾ ഞങ്ങൾക്കല്ലേ വേദന സഹിക്കുന്നത്, എന്തെങ്കിലും പോട്ടെ, ഇപ്പോൾ എൻ്റെ കൂടെ വന്ന് ഈ കുട്ടിയുടെ കാര്യമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ വയസ്സായ ആളാണ്, നമ്മൾ എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് വന്നത്. ഓട്ടോ ഓടിക്കുമ്പോൾ എന്തായാലും അവർ ഓരോ ഡെയിലി ജീവിതത്തിന് വേണ്ടിയിട്ടല്ലേ അവർ എന്നുള്ളതിൽ അവിടെ നിന്ന് വന്നു. പിന്നെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ദേഷ്യം ഇങ്ങോട്ട് കൂടി. ഒരു ബ്രേക്ക് പിടിച്ചുകൂടെ, എന്താ വെച്ചാൽ വേദന കാരണം എനിക്ക് എൻ്റെ കുട്ടികളുടെ കാര്യമല്ല എൻ്റെ കാര്യം ഒന്നും തന്നെ നോക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. പിറ്റേ ദിവസമാണെങ്കിൽ ഈ പരിപാടി ഉണ്ട്, നമുക്ക് വേദന കാണിച്ചിട്ടിരിക്കാനും പറ്റൂല. അപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ എന്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഇപ്പം നമ്മുടെ വേദനകൾക്കോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്കോ, നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ നമ്മൾ പ്രയോറിറ്റി എന്തിനാണോ കൊടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും അത് കൂടുന്നത്. നമ്മളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള പ്രയോറിറ്റി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സൊല്യൂഷൻ നമുക്ക് കിട്ടും, നമുക്കതിൽ നിന്ന് രക്ഷപ്പെട്ട് വരാനും ഒക്കെ പറ്റും. അതേസമയം നമ്മുടെ പ്രോബ്ലംസിന് മാത്രമാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കണമെന്നുണ്ടെന്ന് വെച്ചാൽ ആ പ്രോബ്ലംസ് മാത്രം കൂടും, നമുക്ക് വേറെ ഒന്നും അതിൽ നിന്നൊരു നന്മയും കിട്ടൂല. എൻ്റെ ആ വേദനകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഞാൻ എൻ്റെ വേദനകൾക്ക് ആ സമയത്ത് പ്രയോറിറ്റി കൊടുത്തില്ല. അതിന് പകരം എനിക്ക് ചെയ്തു തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെന്തായാലും ചെയ്യണം. എന്തായാലും തട്ടിക്കഴിഞ്ഞാൽ അതെന്തായാലും വേദന ഉണ്ടാവും, ഒരു 10 ദിവസമെങ്കിലും വേദന ഉണ്ടാവും, അത് നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ, നമുക്ക് പകരം ആരും സഹിക്കൂല. സോ നമ്മളത് അഭിമുഖീകരിച്ച് മുന്നോട്ട് പോവുക, അതായത് ഫാക്റ്റ് എന്താണെന്നുള്ളത് അംഗീകരിച്ച് മുന്നോട്ട് പോവുക. അതിന് പകരം നമ്മളൊരു ഇമാജിനറി വേൾഡിൽ അയ്യോ ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ ആവില്ലായിരുന്നു എന്ന് കരുതുന്നതിനേക്കാളും നല്ലത് നമ്മൾ ആ ഫാക്റ്റ് അങ്ങോട്ട് അംഗീകരിക്കുക, മുന്നോട്ട് പോവുക, സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക, അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക, മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം മേ ബി ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. വേദന ഇപ്പോഴും ചെറുതായിട്ട് ഈ ഒരു ഭാഗത്ത് എനിക്ക് വേദന ഉണ്ട്. പിന്നെ കൈൻ്റെ ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് എന്തെങ്കിലും ഒന്ന് എടുക്കുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ വേദന ഉണ്ടായിരുന്നു. പക്ഷെ അതിലും എന്തെങ്കിലും ഒരു നന്മയുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ പഴയ കാലത്തിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിച്ച കരയിപ്പിച്ച എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിരിക്കാം മേ ബി പിന്നീട് നമുക്ക് നമ്മുടെ ലൈഫ് ടേണിങ് ആയി മാറുന്ന ഒരു സംഭവമായിട്ട് മാറുന്നതില്ലേ. അപ്പോൾ എല്ലാവരും ജീവിതത്തിനെ പോസിറ്റീവായിട്ട് കാണുക. എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷൻ എന്താണോ, നിങ്ങളുടെ കഴിവ് എന്താണോ എന്നുള്ളത് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി. സ്റ്റാർട്ടിങ്ങിലൊക്കെ കുറേ ഫെയിലിയേഴ്സ് ഉണ്ടാവും. അതായത് നമ്മുടെ കഴിവ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം അത്ര എളുപ്പമല്ല, നമുക്ക് തന്നെ അത്ര എളുപ്പമല്ല. നമ്മൾ തന്നെ ഓരോന്ന് ചെയ്ത് നോക്കി ഓരോന്നും പരാജയപ്പെട്ടാലും ആ ഓരോ പരാജയം നമുക്ക് ഓരോ സ്റ്റെപ്പാണ്. നമ്മുടെ വിജയത്തിൻ്റെ ആ ഒരു സംഭവം അത്രയും ഹൈ ലെവലിലായിരിക്കും എന്ന് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാഷൻ കണ്ടുപിടിച്ച് അതിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് ഉണ്ടാവും. ബിസിനസ്സിൽ താല്പര്യമുണ്ട്, ചെറിയൊരു എമൗണ്ടൊക്കെ മുടക്കിയിട്ട് എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ട്, അതിപ്പോൾ സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ സ്റ്റാറ്റസ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്കറിയുന്നവർക്ക് കാണിച്ചു കൊടുത്തിട്ടോ ഒക്കെ ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തിരഞ്ഞെടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെയുള്ള റോൾഡ് ഗോൾഡ് ബിസിനസ് ചെയ്യണം. സ്ത്രീകൾ എന്തായാലും
ഇങ്ങനെ സാധനങ്ങൾ ആഗ്രഹിക്കുന്നവരും ധരിക്കുന്നവരും ഉണ്ടാവാം. അങ്ങനെയുള്ളവർക്ക് വാങ്ങാൻ പറ്റും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ചെറിയൊരു ലാഭമൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനത്തെ ബിസിനസ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അതൊരു എന്താ പറയുക ഏർണിങ്സ് ആവും. മേ ബി ഒരു ടേണിംഗ് പോയിന്റ് വരെ ആയേക്കാം. ഇതുപോലെ വലിയ ക്വാണ്ടിറ്റിയിലെടുത്ത് വലിയ ലെവലായിട്ടൊക്കെ ഇട്ട് വലിയ ഷോപ്പൊക്കെ ഇടാനുള്ള ഒരു അവസരവും ആയേക്കാം. അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. നമുക്ക് അറിയുന്ന ആളാണ്, വിശ്വസിച്ച് വാങ്ങാം, ധൈര്യത്തിൽ വിശ്വസിച്ച് വാങ്ങാം കേട്ടോ. എനിക്ക് നേരിട്ട് എൻ്റെ പരിപാടിക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒരു സുഹൃത്താണ് കേട്ടോ.